യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ജസ്റ്റിൻ ജോസഫ് എന്നാണ്. പക്ഷെ സാധാരണ വിളിക്കുന്ന പേര് കിസാൻ ജസ്റ്റിൻ എന്നാണ്. എനിക്കൊരു ബ്രാൻഡ് ഉണ്ട്, കോക്കനട്ട് ഓയിലും അതുപോലെയുള്ള ഉൽപ്പന്നങ്ങളും മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ ബ്രാൻഡ് നെയിം മിസ്റ്റർ കിസാൻ എന്നാണ്. അങ്ങനെ കിസാൻ ജസ്റ്റിൻ എന്നാണ് എന്നെ തെരഞ്ഞാൽ ഗൂഗിളിലെല്ലാം തെരഞ്ഞാൽ കിട്ടുക. അപ്പൊ ദൈവഹിതം എന്ന മാതിരി ഞാൻ ഈ ഇന്ത്യൻ ക്രിസ്ത്യൻ ഫ്രണ്ടിന്റെ നാഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മളുടെ ആരാധനായ സുന്ദരൻ സാറായിട്ട് ഞാൻ അടുത്ത ബന്ധത്തിലുണ്ടായിരുന്നു. പ്രോംപ്റ്റ് ആയിട്ടുള്ള ടൈമില് കേരളത്തിൽ നമുക്ക് ഇതിന്റെ ഒരു ശാഖ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ തുടങ്ങാം എന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരിലും മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന രീതിയിൽ ഒരു അന്തർധാര ഉണ്ടായിരുന്നു. അപ്പം അതിനുള്ള ശരിയായിട്ടുള്ള സുദിനം ഇന്നാണ് കടന്നു വന്നത്. അതിന് കാരണഭൂതരായിട്ടുള്ള നിങ്ങളെ ഏവരെയും, എക്സ്പെഷ്യലി നിങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, നമ്മളുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, അതിനോടൊപ്പം തന്നെ എന്റെ ക്രൂ മെമ്പേഴ്സിനെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഹാർദമായി നന്ദിയും കടപ്പാടും അറിയിക്കും. അപ്പോ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ക്രിസ്ത്യൻ ഫ്രണ്ട് 20 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 25 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ക്രിസ്ത്യൻ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ എന്തിന് ഈ കാലയളവിൽ വളരെ പെട്ടെന്ന് ഇപ്പോ ഇവിടെ നമ്മൾ ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിന് ഇവിടെ രൂപം കൊടുക്കുന്നു, ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നാന്ദി കുറിക്കുന്നു, എന്തിനു വേണ്ടി എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ശരിയായിട്ടുള്ള ഉത്തരം യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള മാതിരി സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. പക്ഷെ ഈ സീസറിനുള്ളത് സീസറിന് കൊടുക്കുമ്പോൾ സീസറിന്റെ കയ്യിൽ നിന്ന് ജനത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ചില അവകാശങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. കഴിഞ്ഞ കാലയളവില് ഇതെല്ലാം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും ഈ കാലയളവില് ഈ സമീപ സന്ദർഭങ്ങളിൽ അതിന്റെ കിട്ടലിനുപരി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് ഒരു കോമൺ പ്ലാറ്റ്ഫോം, എക്സ്പെഷ്യലി മൈനോറിറ്റി ആയിട്ടുള്ള നമ്മളുടെ ക്രിസ്ത്യൻസിന്റെ സംവിധാനങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമിന്റെ അഭാവം ഇവിടെ വളരെ നന്നായിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് നമ്മൾ ഈ കാലയളവ് മുഴുവൻ കാത്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിന്റെ, കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന്റെ കസ്റ്റോഡിയനായിട്ട് ഒരുപാട് ചെമ്മരിയാടിന്റെ തോലിട്ടിട്ടുള്ള ചെന്നായി മാതിരിയുള്ള ഒരുപാട് സമൂഹങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളുടെ പിതൃത്വം തന്നെ ഏറ്റെടുത്തിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു. അവര് LDFന്റെ കൂടി UDFന്റെ കൂടി 30 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ പേര് പറഞ്ഞ് ഭരിക്കുകയുണ്ടായിരുന്നു. ഇപ്പോഴും ഭരണത്തിലുണ്ട്. ഞാൻ ആ പാർട്ടിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. പക്ഷെ അവരിൽ നിന്ന് നമുക്ക് എന്താണ് ക്രിസ്ത്യൻ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മളുടെ വേദനയിൽ അല്ലെങ്കിൽ നമ്മളുടെ പരിവർത്തന സംവിധാനങ്ങളിൽ എന്താണ് നമുക്ക് മെച്ചം കിട്ടിയത് എന്ന് നമ്മൾ ഹിതപരിശോധന ചെയ്താൽ അത് ഏറ്റവും വളരെ ഖേദത്തോടു കൂടി തന്നെ പറയേണ്ടി വരും, വട്ടപൂജയാണെന്ന്. ഇപ്പൊ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് നമ്മളുടെ കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള ഒരു ധ്വംസനം. അപ്പോൾ അതിൽ ഈ പറയുന്ന രാഷ്ട്രീയ സംവിധാനം അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്ത് സ്റ്റെപ്പാണ് എടുത്തത്? അല്ലെങ്കിൽ ഒരു